പറ്റിക്കപ്പെടുമോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ കടയിൽ പോയൊരു സാധനം വാങ്ങിച്ചാലും ഒരു റിലേഷൻഷിപ്പിലായാലും നമ്മളിങ്ങനെ കൂട്ടിയും കിഴിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നത്. പറ്റിക്കപ്പെടുമ്പോൾ നമ്മളൊരു ഫൂളാവുകയാണല്ലോ, അത് ഭയങ്കര നാണക്കേടാണല്ലോ എന്നുള്ളതാണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മിക്ക ആളുകൾക്കും തോന്നാനുള്ള കാരണം. നമ്മുടെ ഉള്ളിലെ ചില ഇൻസെക്യൂരിറ്റീസ്, നമ്മുടെ പാർട്ട്ണറിൻ്റെ പെരുമാറ്റ രീതി, അല്ലെങ്കിൽ നമ്മളെ മുന്നേ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനി സംഭവിക്കുമോ എന്നുള്ള പേടി, ഇതൊക്കെ കൊണ്ടാണ് നമുക്കിത് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളെ പറ്റിക്കുന്നത്? അവർ ചെയ്ത ഒരു തെറ്റ് അത് നമ്മളോട് അഡ്മിറ്റ് ചെയ്യാനുള്ള അവരുടെ മടി, അവരുടെ കുറ്റബോധം, അല്ലെങ്കിൽ അത് നമ്മളോട് പറയുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള പേടി, അതുമല്ലെങ്കിൽ നമ്മൾ അവരെ ഇട്ടിട്ട് പോവോ എന്നുള്ള പേടി. പലപ്പോഴും ആളുകൾ ഇത് വളരെ പേഴ്സണലായിട്ട് എടുക്കാറുണ്ട്. നമ്മൾ മണ്ടിയാകുന്നു അല്ലെ മണ്ടനാവുന്നു എന്നുള്ളതല്ല, മറിച്ച് അവർക്കത് നമ്മളോട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ സിറ്റുവേഷൻ ഉണ്ടാവുന്നത് എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കുക. ഇതെങ്ങനെ ഡീൽ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട് നമ്മളെ ആരെങ്കിലും പറ്റിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് സ്വീകരിക്കാം. രണ്ടാമതായിട്ട്, ഇങ്ങനെ പറ്റിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ഒരു പ്രശ്നമല്ല, നമ്മളൊരാളെ വിശ്വസിച്ചു, അതൊരു തെറ്റല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെ സെൽഫ് ബ്ലെയിം ചെയ്യാതിരിക്കുക, മറിച്ച് അത് അവരുടെ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കുക. താങ്ക് യു.